നമസ്കാരം. ഏത് സാഹചര്യത്തിലും പൊരുത്തപ്പെടാൻ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി നോക്കൂ. പിന്നെ ഈ ലോകത്ത് മറ്റൊരാൾക്കും നമ്മുടെ സമാധാനത്തെ, സന്തോഷത്തെ തകർക്കാൻ പറ്റത്തില്ല. ചില ആളുകളെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടില്ലേ? അവൻ തീ കുരുത്തവനാണ്, ഈ വെയിലത്തൊന്നും അവൻ വാടത്തില്ല. അത് അവർക്ക് പൊതുസമൂഹം കൊടുക്കുന്ന അംഗീകാരമാണ്, അവൻ്റെ കഴിവുകൾ കണ്ടു കൊടുക്കുന്നതാണ്. അതേസമയം മറ്റു ചിലരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്: അയ്യോ, അതൊരു തൊട്ടാവാടിയാണ്. ഈ വാക്കുകൾ അവരുടെ സഹതാപമാണ് കാണിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ജയപരാജയം നിർണ്ണയിക്കുന്ന നമ്മുടെ മനസ്സാണ്. ആത്മവിശ്വാസത്തോടെ എന്തിനേയും സമീപിക്കുന്നവരെ ഒന്ന് നോക്കിക്കേ. അവരുടെ മനസ്സ് എത്രമാത്രം ദൃഢമാണ്, എത്രമാത്രം ഉറച്ചതാണ്. അവരുടെ ചിന്തകളെയും പ്രവർത്തികളെയും നിശ്ചയിക്കുന്നതും നിർണ്ണയിക്കുന്നതും അവരുടെ മനസ്സിൻ്റെ ശക്തിയാണ്. മറ്റുള്ളവർക്ക് പ്രയാസകരമായി തോന്നുന്ന ഏത് കാര്യവും വളരെ എളുപ്പത്തിൽ ഈ കൂട്ടർ ചെയ്യുന്ന കാണാം. എന്നാൽ ഈ തൊട്ടാവാടിയുടെ മനസ്സുമായി ജീവിക്കുന്നവർക്ക് എന്നും എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവർക്ക് സംശയം ഒഴിഞ്ഞ ഒരു സമയം പോലും ഇല്ല. ഏത് കാര്യത്തിലേക്ക് ഇറങ്ങിയാലും സംശയം ഉണ്ടാവും. ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയാറില്ല. നമ്മുടെ മനസ്സും ചിന്തകളും എല്ലാം നമ്മുടെ പൈതൃകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജന്മനാ ലഭിക്കുന്ന കഴിവുകളാണ് ഓരോ മനുഷ്യനിലും വിളങ്ങിക്കാണുന്നതെന്നറിയാമല്ലോ. നമ്മൾ വളരുന്നതനുസരിച്ച് നമ്മുടെ ചിന്തകളും ബുദ്ധിയും വളരും. അതാണ് നമ്മുടെ പ്രവൃത്തികൾക്ക് വഴികാട്ടിയാവുന്നത്. ആദ്യമേ സൂചിപ്പിച്ച ഉറച്ച മനസ്സുള്ള ഒരാളാകാൻ തൊട്ടാവാടി മനസ്സുള്ളവർക്ക് കഴിയുമോ? ശ്രമിച്ചാൽ കഴിയും. ഒരു കുട്ടി ജനിച്ച ഉടനെ അതിന് മുതിർന്ന ആളാകാൻ പറ്റത്തില്ലല്ലോ. എത്ര കടമ്പകൾ കടന്നാണ്, എത്ര അനുഭവങ്ങൾ കടന്നാണ് ഒരു മനുഷ്യൻ വലുതാവുന്നത്. ഈ യാത്രയിൽ എത്രയോ അനുഭവങ്ങൾ, നല്ലതും ചീത്തയുമായതും സങ്കടപ്പെടുത്തുന്നതും സന്തോഷിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും. ഇത്തരം അനുഭവങ്ങളാണല്ലോ നമ്മളെ രൂപപ്പെടുത്തുന്നതും പാകപ്പെടുത്തുന്നതും നമ്മളെ മിടുക്കന്മാരാക്കുന്നതും. നമ്മുടെ നേട്ടങ്ങളും നമ്മുടെ പരാജയങ്ങളും ഒക്കെ നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. നമ്മൾക്കെല്ലാവർക്കും ജീവിതത്തിൽ എപ്പോഴും സന്തോഷം ഉണ്ടാകുന്നതാണ് ഇഷ്ടം. എന്നാൽ നമ്മുടെ സന്തോഷത്തെ ഇഷ്ടപ്പെടാത്തവരും നമ്മുടെ ചുറ്റുമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ നമ്മുടെ സമാധാനത്തെയും സന്തോഷത്തെയും തകർക്കാൻ എന്ത് മാർഗം സ്വീകരിക്കാറുണ്ട്. അതിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മുടെ മുന്നിലൊരു വഴിയേ ഉള്ളൂ. ഏത് സാഹചര്യത്തിലും പൊരുത്തപ്പെടാൻ നമ്മൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അപ്പോൾ ഈ ലോകത്ത് ഒരാൾക്ക് പോലും നമ്മുടെ സന്തോഷത്തെ തകർത്ത് കളയാൻ പറ്റത്തില്ല. ശുഭദിനം.